സർജറി കുറച്ച് പ്രശ്നമുണ്ട് സർജറിക്ക് എന്ന് വെച്ചാൽ വേറെ കോംപ്ലിക്കേഷൻസ് അല്ല. ഇപ്പം എനിക്ക് തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ചേട്ടൻ, പുള്ളിക്കാരൻ കുവൈറ്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ച് ഭയങ്കര കിഡിലും സാലറിയിലൊക്കെ, എന്നുവെച്ചാൽ അന്നത്തെ ഒരു 10-20 വർഷം മുന്നെയാണ്, അന്നത്തെ 2 ലക്ഷം രൂപ സാലറി ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കല്യാണമായ സമയത്ത് ഇതേപോലെ വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പൈസ ഉള്ളപ്പം ഇവർ മറ്റേ പോയി സർജറി ചെയ്ത് കിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്ത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സർജറിയുടെ കോംപ്ലിക്കേഷൻ കാരണം മരിച്ചു പോയി പുള്ളിക്കാരൻ. ഈ കല്യാണത്തിന് 3-4 ദിവസം ഉള്ളപ്പോൾ അന്ന് ഈ മറ്റേ വയറൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഇത് ചെയ്യുമല്ലോ. അപ്പോൾ അത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തീഷ്യയുടെ പ്രശ്നം വന്നതാണ്, ഈ സർജറിയുടെ കോംപ്ലിക്കേഷൻ അല്ല. പിന്നെ ഇവർ ഭയങ്കര പൈസക്കാരായിട്ട് അവർ കിംസിനെതിരെയൊക്കെ ഹോസ്പിറ്റലിനെതിരെ പോയി അവരൊരു വിധിയൊക്കെ കിട്ടി, എന്തോ നഷ്ടപരിഹാരമൊക്കെ കിട്ടി അവർക്ക്. പക്ഷേ ലൈഫ് പോയില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പം എപ്പോഴും ഈ നോൺ സർജിക്കൽ ചെയ്യാനാണ് പറയുന്നത്. ഇത് ഞാൻ ഒന്ന് എടുത്ത് അയച്ചു തരാം, ഈ കാരണം ഇത് കുറെ പേർക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ അവർക്ക് ഈ മറ്റേ ഇതൊക്കെയുണ്ട്, ഈ ഇതിപ്പോൾ അവരെ പരസ്യമായിട്ട് മാത്രം അവർക്ക് മാത്രമല്ല, അങ്ങനത്തെ കുറേ ഉണ്ട്. അതായത് അതേപോലത്തെ പാസീവ് ചെയ്യുന്ന കുറേ സെന്റേഴ്സ് ഉണ്ട്. ആക്ച്വലി ഉണ്ടായിരുന്നു ഡബിൾ ചിൻ, ഇപ്പം ഇതിനെക്കാട്ടി ഭയങ്കര എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക്, അതായത് നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ വിയർക്കുന്ന ടെൻഡൻസി, പിന്നെ ഫോട്ടോയിലും നമ്മൾ ഒരുമാതിരി ഇരിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ അത് ഞാൻ ഇങ്ങനത്തെ കുറേ സാധനം ചെയ്തിട്ടാണ് എനിക്ക് കുറേ, ഞാൻ പണ്ട് ഭയങ്കര വണ്ണം ഉണ്ടായിരുന്ന ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം എനിക്ക് അത്രയും പഴയ വണ്ണം ഇല്ല. പക്ഷേ എഗെയിൻ ഈ നമ്മളെല്ലാം ഇങ്ങനെ കുറയ്ക്കണോണ്ട് ഒറ്റയടിക്ക് ഇത് തിരിച്ചു കയറും, പക്ഷെ അതേപോലെ കുറയും.